അറിഞ്ഞോ കിച്ചു, തറവാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവരും കൂടി നാരായണിയമ്മയുടെ 75ാം പിറന്നാൾ ആഘോഷിക്കാൻ വരുന്നുണ്ടത്രേ. കാർത്തു പ്രകാശിനെ വിളിച്ചു പറഞ്ഞതാത്രേ. ഉണ്ണി പിന്നാമ്പുറത്തെ ചാരുപടിയിൽ ഇരുന്നു കൊണ്ട് പതിയെ പറഞ്ഞു. മറുപുറത്ത് കിച്ചു അല്പനേരം നിശബ്ദത പാലിച്ചു. ആഹാ, അത് നന്നായി. പക്ഷെ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ഈ കാര്യമൊന്നും. അല്പം വിഷാദത്തോടെ കിച്ചു അങ്ങനെ പറയുമ്പോൾ ഉണ്ണി പറഞ്ഞു പോയത് അബദ്ധമായല്ലോ എന്ന കണക്ക് നാക്ക് കടിച്ചു. അത് കിച്ചുമോന് വിഷമാകുന്നത് കരുതിയിട്ടാകും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞറിഞ്ഞൂന്ന് ആളോട് പറയണ്ടാട്ടോ, അത് ക്ഷീണമാകും. ഇല്ല ഉണ്ണിയങ്കിൾ, ഞാൻ ഇക്കാര്യം ചോദിക്കാനേ പോണില്ല. കിച്ചു ഉണ്ണിക്ക് വാക്ക് നൽകി. എന്നാലും അച്ഛൻ തന്നോട് അക്കാര്യം പറയാത്തതിൽ കിച്ചുവിന് ശരിക്കും സങ്കടമുണ്ടായി എന്നുള്ളത് നേര്. പിന്നെ ദേവദാസിനെ മേലാതിരിക്കുമ്പോൾ ചടങ്ങ് നടത്തുന്നത് നന്നല്ല എന്നാണ് നാരായണിയമ്മയുടെ പക്ഷം. ഉണ്ണി അങ്ങനെ പറയുമ്പോൾ കിച്ചു പതുങ്ങി ചിരിച്ചുപോയി. ദേവദാസ് മുള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ തറവാട്ടിലൊരു ആഘോഷം, അതെന്തുകൊണ്ട് നല്ലത് തന്നെ എന്നവന് തോന്നി. കാരണം മുൻപ് തറവാട്ടിൽ ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോഴുമാണല്ലോ അവൻ ഓരോ പെണ്ണുങ്ങളോട് അനാവശ്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് അവൻ വേദന സഹിച്ചുകൊണ്ടിരിക്കട്ടെ അവന്റെ വീട്ടിൽ. കിച്ചു മനസ്സിൽ ഓർത്തു. കുഞ്ഞോളും കുഞ്ഞാവയും ആ പെൺകുട്ടിയൊക്കെ സുഖമായിരിക്കുന്നു കിച്ചു. കുഞ്ഞോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അവരെല്ലാം സുഖമായിരിക്കുന്നു. പിന്നെ ആബേര് പഠിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണെന്ന് ജിബിൻ വിളിച്ചപ്പോ പറഞ്ഞു. കിച്ചു അല്പം സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. അവൾ പണ്ടേ പഠിക്കാൻ പുറകോട്ടായിരുന്നു. അതിന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. ചെറുതിലെ ഇവിടെ ഇട്ട് അടിമപ്പണി ചെയ്യിക്കുകയല്ലായിരുന്നു അതിനെ. അപ്പൊ പഠിക്കാനുള്ള മനസ്സൊന്നും പോയിട്ടുണ്ടാകും. പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് ചിന്തയും കൂടി കാണും. പിന്നെ ഇപ്പൊ കുഞ്ഞിനെ പറ്റിയുള്ള ആവലാതി കൂടെ ഉണ്ടാകും അവളുടെ മനസ്സിൽ. ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിന് ശരിക്കും കുറ്റബോധം തോന്നി. അവളെ നിർബന്ധിച്ച് പഠിക്കാൻ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി. ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല ഉണ്ണിയങ്കിൾ. അവൾക്ക് ഞാനില്ലാതെ വന്നാലും നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കിച്ചു കുറ്റബോധം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിർത്തി. അവളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ കിച്ചു എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. മോന്റെ നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ശരിക്കും അപമാനിക്കുന്നുണ്ട്. കൊച്ചുനാളിൽ നിന്നെ എടുത്തു വളർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായതോർത്താണ് എന്റെ അഭിമാനം. നിന്നെപ്പോലെയുള്ള മക്കളാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അല്ലാതെ ആ ദേവദാസിനെ തുമ്പിയൻ സുജീഷിനെ പോലെയുള്ള അസുര ജന്മങ്ങളല്ല പിറക്കേണ്ടത്. ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോഴാണ് തന്റെ പിന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന പ്രകാശിനെ കാണുന്നത്. ഉണ്ണി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തുകൊണ്ട് കുറ്റവാളിയെ പോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രകാശ് അയാളെ നോക്കി ഉറക്കെ ചിരിച്ചു. എന്റെ മോനോടാണോടോ ഇത്രയും കത്തിവെച്ചത്? അതേ ചിരിയോടെ അയാൾ ചോദിക്കുമ്പോൾ ഉണ്ണിയോ ഒരു ചിരിയോടെ തലയാട്ടി. കിച്ചേട്ടന് സങ്കടമായല്ലേ? ഇതിപ്പോ ഞാൻ കാരണം കിച്ചേട്ടന് ആരും ഇല്ലാതെ ആയെന്ന് ഓർക്കുമ്പോൾ എനിക്ക്. കുഞ്ഞോൾ പറഞ്ഞു മുഴുമിക്കാനാകാതെ നിർത്തുമ്പോൾ കിച്ചു അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ആരും എന്തു വന്നാലും നമ്മളെ ഉപേക്ഷിച്ചു പോകില്ല. അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നവർ ആരും നമ്മളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് അവരൊക്കെ എന്നെ സ്നേഹിക്കാത്തതിലോ ഉപേക്ഷിച്ചു പോയതിലോ ഒരു സങ്കടവും ഇല്ല. അത് മാത്രമല്ല, തന്നെ എനിക്ക് സ്വന്തമായി കിട്ടിയതിലും ഒത്തിരി സന്തോഷവും ഉണ്ട്. തനിക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ തന്നെ പ്രണയിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞും താനും മാത്രമാണ് ഇപ്പൊ എന്റെ ലോകം. ഇപ്പൊ എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അവളുടെ കവിളിൽ ഒന്ന് തൊട്ടുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞു പോയിരുന്നു അവൾക്ക്. എന്തിനും ഏതിനും ഇങ്ങനെ കരയാൻ നിൽക്കല്ലേ. താൻ കരയുന്നത് എനിക്കിഷ്ടമല്ലടോ കുഞ്ഞൂസേ. ഇനി ഇങ്ങനെ കരയരുത് കേട്ടോ. അവളുടെ കണ്ണുനീർ തന്റെ കൈകൾ തുടച്ചുകൊണ്ട് അവൻ അങ്ങനെ പറയുമ്പോഴാണ് ജീൻസിന്റെ പോക്കറ്റിൽ കിടന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. അവളിൽ നിന്നും അല്പം വിട്ടുനിന്നുകൊണ്ട് അവൻ ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. നെറ്റ് ഓഫ് ആയതുകൊണ്ടോ മറ്റു പേരൊന്നും എഴുതി കാണിക്കുന്നുമുണ്ടായിരുന്നില്ല. അവൻ അല്പസമയം ആ കോൾ എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിന്ന് പോയി. ആരാ കിച്ചേട്ടാ? എന്താ കോൾ എടുക്കാത്തത്? ആരാന്നറിയില്ലടോ, അൺനോൺ നമ്പറാണ്. ആരായാലും എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാകും വിളിക്കുന്നത്. കിച്ചേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തു നോക്കിയേ. കുഞ്ഞോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മടിക്കാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. മറുപുറത്തു നിന്നും തീരെ പരിചയമില്ലാത്ത ഒരു പുരുഷസ്വരമാണ് അവൻ കേട്ടത്. ഹലോ സാർ, എന്റെ പേര് തോമസ്. ഞാനിപ്പോ സാറിനെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. സാറിന്റെ ആദ്യ ഭാര്യ തമ്പുരുവിന്റെ ഇപ്പോഴത്തെ ആളില്ലേ സുജീഷ്, അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിലാണ്. അയാളുടെ സ്വന്തക്കാരെ വിവരം അറിയിച്ചപ്പോ അവര് പറഞ്ഞത് അയാൾ ചത്താലും അവര് തിരിഞ്ഞു നോക്കില്ലെന്നാണ്. പിന്നെ തമ്പുരു പറഞ്ഞു സാറിനെ ഒന്ന് വിളിച്ചു പറയാൻ. അതാണ് ഞാൻ വിളിച്ചത്. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ 2 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്ത് തരണം. അയാളുടേത് O- ബ്ലഡ് ആണ്. അത് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല. സാറിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചു തരണം പ്ലീസ് സാർ. തോമസ് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അയാൾക്ക് എന്തു മറുപടി കൊടുക്കുമെന്നറിയാതെ കുഴങ്ങിപ്പോയി കിച്ചു. സർ പ്ലീസ്, ഒരാളുടെ ജീവന്റെ കാര്യമാണ്, ഉപേക്ഷ വിചാരിക്കരുത്, തോമസ് ദയനീയമായി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു കോൾ കട്ട് ചെയ്തു. എന്താ കിച്ചേട്ടാ, എന്താ പ്രശ്നം? കിച്ചുവിന്റെ വല്ലാത്ത മുഖഭാവം കണ്ടുകൊണ്ട് കുഞ്ഞോൾ വേവലാതിയോടെ ചോദിച്ചു.
അവൻ താൻ തോമസിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അത്രയും അവളോട് വിസ്തരിച്ചു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞുൾ വല്ലാത്തൊരവസ്ഥയിലായി. കാര്യം സുജീഷ് തന്നെ ദ്രോഹിച്ചവനാണ്. പക്ഷെ അയാൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കാര്യം കേട്ടപ്പോൾ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടു അവൾക്ക്. എടോ, ഞാൻ എന്താ വേണ്ടത്? കിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവൾ അവനെ മുഖമുയർത്തി നോക്കി. അയ്യോ, എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കിച്ചേട്ട ഇഷ്ടമുള്ളത് ചെയ്യൂ. കിച്ചേട്ട എന്ത് ചെയ്താലും എന്റെ സപ്പോർട്ട് ഉണ്ടാവും. അവളുടെ മറുപടി കേട്ട് അവനൊന്ന് ചിരിച്ചു. എന്നാൽ താനും കുഞ്ഞാവയുടെ കൂടെ പോയി കിടന്നുറങ്ങിക്കോ. കൃതി വരുമ്പോ നോക്കിയിട്ട് പോയി വാതിൽ തുറന്നാ മതി കേട്ടോ. ഞാൻ പോയിട്ട് വരാം. അവൻ അതും പറഞ്ഞ് കാറിന്റെ കീയും പേഴ്സും എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. ഒറ്റയ്ക്ക് പോകേണ്ട, ജാസിച്ചേട്ടനെയും കൂടെ കൂട്ടിക്കോ. പിന്നിൽ നിന്ന് പതിയെ പറയുന്നവളെ നോക്കി തലയാട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ കഴുത്തിൽ കിടന്ന കരിമണി മാലയിൽ പിടുത്തം വിട്ടുകൊണ്ട് ഇത്തിരി നേരം അവിടെ തന്നെ അവൻ പോകുന്നത് നോക്കി നിന്നു. പിന്നെ വാതിലടച്ച ശേഷം റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാവയുടെ അരികിലേക്ക് പോയി. എന്റെ കൃതി, നീ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും വയസ്സറിയിച്ച കാലം തൊട്ട് പ്രേമിച്ചതല്ലേ നീ എന്നെ. ഒമറിന്റെ ചിരിയോടെയുള്ള വർത്തമാനം കേട്ടു ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി കൃതി. കാരണം ഈ ഒരു രഹസ്യം ആകെ അറിയാവുന്നത് കിച്ചേട്ടനും ഭാര്യയ്ക്കും മാത്രമാണ് എന്നതായിരുന്നു അവളുടെ ഉള്ളിൽ. താൻ ഞെട്ടുവൊന്നും വേണ്ടടോ. തന്നെ എനിക്ക് നന്നായി അറിയാം. തന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനവും അറിയാം. എനിക്കറിയാം തനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന്. എല്ലാത്തിനുള്ള ഉത്തരം ഞാൻ തരാം. അതിനു മുമ്പ് നമുക്കൊരിടം വരെ പോകാം. താൻ വണ്ടിയിൽ കയറ്. അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ നിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് തലയാട്ടി. കൃതി പ്ലീസ്, എന്റെ പൊന്നല്ലേ, നീ വാ. ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ നിന്നെ അവരുടെ ഫ്ളാറ്റിൽ കൊണ്ട് ചെന്നാക്കാം. സത്യത്തിൽ നിനക്ക് ആ പണിക്ക് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടായിട്ടാണോ? അത് പോട്ടെ, എന്റെ കൊച്ചു വാ, നമുക്ക് പോയിട്ട് വരാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറ്റിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ അവനെ കാണാൻ ഇറങ്ങി തിരിച്ച നിമിഷത്തെ പോലും പഴിച്ചുപോയി കൃതി. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുന്നേ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പൊ അപ്പപ്പോ കിട്ടുമെന്ന് നിന്റെ ജീവിതം കൊണ്ട് നിനക്ക് മനസ്സിലായില്ലേ തൊമ്പി? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സുജീഷ് രക്ഷപ്പെട്ടാലും എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് കാലം എടുക്കും. അപ്പൊ അവനെ തനിച്ചാക്കി എങ്ങും പോയി കളയരുത് നീ. അഥവാ പോകുമെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചിട്ട് പോണം. അല്ലാതെ എന്നെ മോളെ വിട്ടിട്ട് പോയതുപോലെ ഒരു വാക്ക് പോലും പറയാതെ പോയി കളയരുത്. ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വേദന അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ. കാര്യം സുജീഷ് എനിക്കും എന്റെ ഭാര്യ ആബേരിക്കും എതിരെ മോശം പ്രവർത്തിച്ചവനാണ്. പക്ഷെ അവനൊരു നല്ല മനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ എല്ലാവരും ഉപേക്ഷിച്ച് ഒരുത്തി ഒപ്പം കൂട്ടിയത്. അതുകൊണ്ട് പറഞ്ഞതാ, അവനെ ഉപേക്ഷിച്ച് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്ന്. ശത്രുവായാലും മിത്രമായാലും ആപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ സഹായിക്കുന്ന ഒരു മനസ്സ് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് തോമസ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്നതും. തമ്പുരുവിന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും തന്റെ വാലറ്റ് എടുത്ത് അതിൽ നിന്നും കുറച്ചധികം കാശെടുത്ത് അവളുടെ നേർക്ക് നീട്ടുമ്പോൾ അത്രയും നേരം മുഖം കുനിച്ച് നിന്നവൾ നിറഞ്ഞ കണ്ണുകളോടെ കിച്ചുവിനെ മുഖം ഉയർത്തി നോക്കി. ഇത് വാങ്ങിക്കു തുമ്പി. ഇപ്പോൾ എന്റെ ഭാര്യ അല്ലെങ്കിൽ കൂടി നീ എന്റെ അമ്മാവന്റെ മകളാണ്. അറുത്താലും മുറിച്ചാലും ആ ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലാതെയാകുന്നില്ല. പിന്നെ നിന്നോട് എനിക്ക് ദേഷ്യവുമില്ല, വെറുപ്പുമില്ല, സ്നേഹവുമില്ല. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്. സത്യത്തിൽ നിന്നോടൊപ്പമുള്ള ജീവിതം ആദ്യമൊക്കെ ഞാൻ അത്യധികം ആസ്വദിച്ചിരുന്നു. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. എന്നാൽ പിന്നെ നീ എന്നെ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ജീവിതം വെറുത്തു തുടങ്ങിയിരുന്നു തുമ്പി. ഇപ്പോൾ ആബിയോടൊത്തുള്ള ഈ പുതിയ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ വരരുതെന്ന് കരുതിയതാണ്. പക്ഷെ നീ ഒരു മോശം അവസ്ഥയിൽ തനിച്ചാണെന്നറിഞ്ഞപ്പോൾ പണം തന്നെങ്കിലും സഹായിക്കണമെന്ന് തോന്നി. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. തികച്ച സഹതാപം മാത്രമേ എനിക്ക് നിന്നോടിപ്പോ തോന്നുന്നുള്ളൂ. പിന്നെ എന്റെ അമ്മാവന്റെ മകൾ എന്നൊരു കൺസിഡറേഷനും. അതിനപ്പുറം ഒന്നുമില്ല എനിക്ക് നിന്നോട്. പിന്നെ ശരിക്കും അന്ന് അതുൽ എന്നെ നോക്കി പറഞ്ഞ ആ കാര്യങ്ങൾ ഒരുപാട് രാത്രികളിൽ എന്നെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് തുമ്പി. ഞാൻ നിന്നെ അങ്ങനെ അബ്യൂസ് ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ ഒന്ന് ചുംബിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അല്ലേ? എന്നിട്ടും അവന്റെ മുന്നിൽ സ്വന്തം നില മെച്ചപ്പെടുത്താൻ വേണ്ടി നീ എന്നെ മോശക്കാരനാക്കി. മറ്റെന്ത് മറന്നാലും മരിക്കും വരെ ആ കാര്യം ഞാൻ മറക്കില്ല. കണ്ട സ്ഥിതിക്ക് ഇതൊക്കെ പറയണമെന്ന് തോന്നി. എന്നാ നീ ചെല്ല്, ഞാനും ഇറങ്ങുക. എന്റെ പെണ്ണും കൊച്ചും ഫ്ലാറ്റിൽ തനിച്ചാണ്. അവസാന വാചകങ്ങൾ ഇപ്പൊ ഊന്നൽ കൊടുത്തു പറയുന്നവനെ അവൾ ദയനീയമായി നോക്കി. ഒരു നിമിഷം ആദ്യമായി അവളുടെ മനസ്സിൽ താൻ നൊന്തുപേറ്റ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വന്നു. ഒപ്പം ആ കുഞ്ഞിനെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന തന്റെ തറവാട്ടിലെ വേലക്കാരിയായിരുന്ന കുഞ്ഞോളുടെ. ആ നിമിഷം ബലമായി തന്റെ കയ്യിലേക്ക് പണം വെച്ച് തന്നിട്ട് കടന്നു പോകുന്നവനെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അയ്യോ, ആ സാർ പോയോ? ഷോ, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നല്ലോ. സുജീഷിന് വേണ്ട രക്തവും അറേഞ്ച് ചെയ്തു തന്നു. തോമസ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു തന്റെ കയ്യിലിരുന്ന പണം അയാൾക്ക് നേരെ നീട്ടി. രക്തം മാത്രമല്ല, പണവും തന്നിട്ടാ പോയത്. താൻ ഇത് വെച്ചോളൂ. ഒത്തിരി കാശ് തന്റെ കയ്യിൽ നിന്ന് ചിലവായതല്ലേ. പിന്നെ ഏതായാലും സുജീഷ് അപകടനില തരണം ചെയ്തല്ലോ. സമാധാനമായി. ഞാനൊന്ന് തറവാട്ടിൽ വരെ പോയിട്ട് വരാം. അതുവരെ താൻ ഇവിടെ നിൽക്കണം. അവൾ അങ്ങനെ പറയുമ്പോൾ തോമസ് സമ്മതപൂർവ്വം തലകുലുക്കി. എന്നാൽ അവൾ നീട്ടിയ പണം വാങ്ങാൻ തോമസ് കൂട്ടാക്കിയില്ല. ഒടുവിൽ ആ പണം തന്റെ കയ്യിലെ മണിപ്പേഴ്സി തിരികെ കൊണ്ട് തമ്പുരു തോമസിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴി സുജീഷ് അണിയിച്ച കുഞ്ഞു താലിയിൽ ഒന്ന് പിടിച്ചു അവൾ.
വിവാഹ ദിവസം തന്നെ അവൻ ആക്സിഡന്റ് ആയത് തന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാകുമോ എന്നൊരു ചിന്ത അവളിൽ നിറഞ്ഞു. കാലത്തൊരുങ്ങി നിൽക്കുമ്പോൾ അവൻ പിന്നിൽ നിന്ന് വന്ന് പുണർന്നതും അതിനുശേഷമുണ്ടായ പ്രണയസംഗമം അവൾക്കൊരു നിമിഷം ഓർമ്മ വന്നു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ മിഴിയണകളെ തഴുകിയിറങ്ങി. ചെയ്തുപോയ തെറ്റുകളുടെ ഫലം താൻ കൂടുതലായി അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന തോന്നൽ അവളിലുണ്ടായി ആ നിമിഷം. എന്നിട്ട് അവര് വല്ലതും കഴിച്ചോന്ന് തിരക്കാഞ്ഞത് എന്താ കിച്ചേട്ടൻ? കുഞ്ഞോൾ പരിഭവം നിറഞ്ഞ സ്വരത്തിൽ അങ്ങനെ ചോദിക്കുമ്പോൾ കിച്ചു അവളെ കൂർപ്പിച്ചു നോക്കി. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ആവശ്യത്തിന് പണം കൊടുത്തിട്ടുണ്ടല്ലോ, വേണേ വല്ലതും വാങ്ങി കഴിച്ചോളും. അല്ലെങ്കിലും മറ്റുള്ളവരെ കാര്യത്തിൽ മാത്രമേ ഈ കുഞ്ഞോൾക്ക് ശ്രദ്ധയുള്ളൂ. നമ്മൾ എത്ര കാലം പട്ടിണി കിടന്നാലും ഒരു കുഴപ്പവും ഇല്ല. കിച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കൺമഷി കൊണ്ട് കുഞ്ഞാവയുടെ പുരുകം കറുപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞോൾ അവനെ അന്തം വിട്ടു നോക്കി. കുഞ്ഞാവ നല്ല ഉറക്കമാണ്. ഉറങ്ങുമ്പോഴാണ് കുഞ്ഞോൾ കുഞ്ഞിനെ ഒരുക്കുക. പുരുകമൊന്നും വരയ്ക്കേണ്ടതില്ലെന്ന് കിച്ചു പറഞ്ഞാലും കുഞ്ഞോൾ അത് വകവയ്ക്കില്ല. കിച്ചുവും കുഞ്ഞോളും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും അതുതന്നെയാണ്. എന്തെന്നാൽ കിച്ചു സയൻസിലും കുഞ്ഞോൾ പാരമ്പര്യമായി കിട്ടുവരുന്ന അറിവുകളുമാണ് വിശ്വസിക്കുന്നത്. കിച്ചേട്ടനെ ഞാൻ എപ്പോഴാ പട്ടിണി കിട്ടത്? എന്നും കിച്ചേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വെച്ചുണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഇന്ന് വിളിച്ചപ്പോ കൂടി ഉണ്ണിയച്ചൻ പറഞ്ഞല്ലോ കിച്ചേട്ടൻ വണ്ണം വെച്ച് കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ടെന്നൊക്കെ. എന്നിട്ട് ഞാൻ പട്ടിണി കിട്ടുമെന്ന് കള്ളം പറയണേ, അല്ലെങ്കിൽ നിക്കിത് തന്നെ കേൾക്കണം. മുഖവും വീർപ്പിച്ച് കണ്ണൻ നിറച്ച് വിതുമ്പലോട് കൂടി തന്നെ നോക്കി അങ്ങനെ പറയുന്നവളെ കിച്ചു അന്തിച്ചു നോക്കി. പിന്നെ ഇതൊരു നടക്കി പോവൂല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ സമാധാനിപ്പിക്കാനായി അരികിലേക്ക് ചെല്ലുമ്പോൾ അവൾ മുഖം തിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങിയിരുന്നു. കുഞ്ഞൂസേ, ഒന്ന് പതുക്കെ. ഇങ്ങനെ സ്പീഡിൽ നടന്നാലേ കിച്ചടം കുഴഞ്ഞു പോകും. ചെറുതാണേലും ഈ കുഞ്ഞു പെണ്ണിനെ എടുത്ത് ഈ മല കയറാൻ ഇത്തിരി പാടാണ്. കിതപ്പോടെ പറഞ്ഞുകൊണ്ട് കിച്ചു അവിടെ കണ്ട ഒരു ഒതുക്കുകല്ലിലേക്കിരുന്നു. ആ നിമിഷം തന്നെ കനിമോള് കരയാനും തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ, മിക്ക കുഞ്ഞാവന്മാരും അവരെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കുഞ്ഞാവയുടെ കരച്ചിൽ കേട്ടതും സ്പീഡിൽ കൽപ്പടികൾ കയറിപ്പോയ കുഞ്ഞോൾ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. പിന്നെ കയ്യിലിരുന്ന കരിക്കും പുഷ്പങ്ങൾ അടങ്ങിയ കൂടെ എല്ലാം ഒതുക്കുകല്ലിന്റെ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് കിച്ചുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിപ്പെണ്ണ് അമ്മയെ കണ്ടതും കരച്ച് കുറച്ചുകൂടെ ഉച്ചത്തിലാക്കി. എന്നിട്ട് കുഞ്ഞോളുടെ സാരിയുടെ മറ നീക്കി അമ്മിഞ്ഞയെ കൈകൾ കൊണ്ട് പരതാൻ തുടങ്ങി. അത് കണ്ടതും കിച്ചു മുഖം കുനിച്ചിരുന്ന് പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി കണ്ടതും കുഞ്ഞോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ഒതുക്കുകല്ലിന്റെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് കുഞ്ഞിന്റെ ആവശ്യം നിറവേറ്റാൻ തുടങ്ങി. ഈയിടെ കുഞ്ഞിന്റെ മണ്ടുകൊണ്ടുള്ള അമ്മിഞ്ഞ നുണയെ കുഞ്ഞോളെ ശരിക്കും നോവിക്കുന്നുണ്ട്. എന്നാലും അവൾ അത് സഹിക്കും. കാര്യം വിശന്നിട്ടൊന്നുമല്ല കുഞ്ഞിങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. കുഞ്ഞോളുടെ അമ്മിഞ്ഞയില്ലാത്ത മാറി നുണയുമ്പോൾ കുഞ്ഞിന് എന്തോ ഒരു സംതൃപ്തി ലഭിക്കാറുണ്ട്. എത്ര നിർബന്ധം പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാലും അത് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് സമാധാനം കൈവരിക്കുകയും കുറച്ചു സമയത്തിനുള്ളിൽ ഉറങ്ങുകയും ചെയ്യും. കുഞ്ഞൂസേ, എന്റെ കുഞ്ഞൂസേ. കിച്ചു തിരിഞ്ഞിരുന്നുകൊണ്ട് അങ്ങനെ അരുമയായി വിളിക്കുമ്പോൾ പിണങ്ങിയിരുന്ന കുഞ്ഞോളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. എടാ, നമുക്കിവിടെ അടുത്തെവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി വീട് വെച്ചാലോ? അപ്പൊ തനിക്ക് ഇഷ്ടമുള്ളപ്പോ ഒക്കെ ഈ അമ്മമ്മക്കാവിലേക്ക് ഓടി വരാമല്ലോ. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. കിച്ചടൻ ശരിക്കും പറഞ്ഞതോ അതോ എന്നെ പറ്റിക്കാനോ? അവൻ അവളെ പറ്റിക്കാനായി ഒന്നും തന്നെ പറയില്ലെന്നറിയാമെങ്കിലും അവൾ വെറുതെ അങ്ങനെ ചോദിച്ചു. അവന്റെ മറുപടി എന്താകുമെന്ന് കേൾക്കാനുള്ളൊരു കൊതി കൊണ്ട്. എന്റെ കുഞ്ഞൂസേ, ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ ഇന്നേ വരെ? ഞാൻ ഒരിക്കലും തന്നെ പറ്റിക്കാൻ വേണ്ടി ഒന്നും പറയുകയില്ല, ചെയ്യുകയില്ല. സത്യം പറഞ്ഞ തന്നെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധമാണ് തോന്നുക. പലപ്പോഴും ഞാൻ തന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊരു തോന്നൽ. ഇടറിയ സ്വരത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു. അപ്പോഴും കുഞ്ഞിപ്പെണ്ണ് അവളുടെ അമ്മിഞ്ഞ നുണയുകയായിരുന്നു. കിച്ചേട്ടൻ കിച്ചേട്ടൻ എന്താ പറഞ്ഞേ? കിച്ചേട്ടൻ എന്റെ ജീവിതം നശിപ്പിച്ചു എന്നോ? മുൻപ് ഒരു തവണ കിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ജീവിത കിച്ചേട്ടൻ എനിക്ക് തന്നത്. പിന്നെ അന്ന് കിച്ചേട്ടന് ആ ഡോക്ടർ ചേച്ചിയുടെ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. കുഞ്ഞാവയെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് അന്ന് ഞാൻ ഒത്തിരി വേദനിച്ചു. അന്ന് എനിക്ക് കിച്ചേട്ടനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കിച്ചേട്ട ഇല്ലാത്ത ഒരു നിമിഷം പോലും ചിന്തിക്കാൻ വയ്യ. അത്ര ഇഷ്ടം എനിക്ക് എന്റെ കിച്ചേട്ടനെ. പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞു പോയിരുന്നു കുഞ്ഞോളുടെ മിഴികൾ. ഒക്കെ കേട്ട് ആ നിമിഷം അവളെ ഒന്ന് ഇറുകി കെട്ടിപ്പിടിക്കാനും ആ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടാനും തോന്നിപ്പോയി കിച്ചുവിന്. പക്ഷെ പറ്റിയ സാഹചര്യവും സ്ഥലവും അല്ലാത്തതുകൊണ്ട് അവൻ സ്വയം നിയന്ത്രിച്ചു. പക്ഷെ നിറഞ്ഞ പീലികളുള്ള പിടയ്ക്കുന്ന അവളുടെ മാൻമിഴികളും വിറകൊള്ളുന്ന ചുണ്ടുമെല്ലാം അവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കിച്ചേട്ടാ, കുഞ്ഞാവ് ഇറങ്ങിട്ടോ, നമുക്ക് പോയാലോ? ഒരു കയ്യാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മറുകയ്യാൽ സാരിത്തുമ്പ് കൊണ്ട് മുഖമൊപ്പിക്കൊണ്ട് അങ്ങനെ പറയുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. കിച്ചേട്ടാ, അവൾ അല്പം ഉച്ചത്തിൽ വിളിച്ചപ്പോൾ അവൻ സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി അവളെ നോക്കി. ആ, താൻ പോയിട്ട് വാ, ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഇവിടെ ഇരുന്നോളാം. അവൻ അങ്ങനെ പറയുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഒതുക്കുകല്ലിന്റെ ഒരരികിൽ വെച്ചിരുന്ന കരിക്കും പൂക്കുടയും എടുത്തുകൊണ്ട് അവൾ പടികൾ കയറാൻ തുടങ്ങി. കുഞ്ഞിനെ തോളിലേക്ക് ചായച്ചു കിടത്തി അവൾ കയറിപ്പോകുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. അവളുടെ നിർബന്ധപ്രകാരമാണ് ഇന്ന് തന്നെ ഈ കുന്നിൻ മുകളിലുള്ള അമ്മമ്മക്കാവിലേക്ക് വന്നത്. സുജീഷിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവളുടെ ഈ വരവ്. ശരിക്കും കുഞ്ഞോളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിശയം തോന്നുന്നു.
തന്നെ ഒത്തിരി ദ്രോഹിച്ച ഒരുവൻ അപകടത്തിൽപ്പെട്ടപ്പോൾ അവന് വേണ്ടി ഇത്രയും ദൂരം വന്ന് പ്രാർത്ഥിക്കാൻ അവൾ കാണിക്കുന്ന മനസ്സ് ശരിക്കും കുഞ്ഞോളൊരു അത്ഭുതം തന്നെയാണെന്ന് അവൻ പിന്നെയും ഓർത്തു. കീർത്തിയുടെ കല്യാണം കഴിഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമർ. ഇന്ന് രാവിലെ കൂടെ എന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയ പെണ്ണാണ് അവൾ ഇങ്ങനെ കല്യാണ പെണ്ണായി നിൽക്കുന്നത്. എനിക്ക് ഒട്ടും കൃതി പറഞ്ഞു മുഴുമിപ്പിക്കാൻ കഴിയാതെ അടുത്തു കണ്ടൊരു തൂണിൽ പിടിച്ചു നിന്നു. അങ്ങേയറ്റം ആഡംബരമായൊരു വിവാഹ സൽക്കാരം. അവിടെ വധുവിന്റെ വേഷത്തിൽ തന്റെ അനുജത്തി. അവൾ ഒരു ജില്ല കടന്നു വന്ന് സ്വന്തം വിവാഹം നടത്തിയിരിക്കുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയായി തന്നെയോ അറിയിക്കാതെ. ഓർത്തപ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ടായി. അതിന്റെ പരിണിത ഫലമായി കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങുവാൻ തുടങ്ങി. ആ നിമിഷം തന്നെ ഉമറിന്റെ വലതുകൈ അവളുടെ ഇടതുകൈയിൽ പിടുത്തമിട്ടിരുന്നു.